അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 76. അഗ്നി റൂമിലേക്ക് കയറി വന്നപ്പോൾ കണ്ടു ഫോണിൽ നോക്കിയിരിക്കുന്ന ജ്വാലയെ. അവനെ കണ്ടതും അവള് പെട്ടെന്ന് ഫോൺ മാറ്റിവെച്ച് തലതാഴ്ത്തിയിരുന്നു. അഗ്നി ഡോറടച്ച് അവളുടെ അടുത്തായി വന്നിരുന്നു. ജ്വാല തലയുയർത്തിയില്ല. അഗ്നി കുറച്ചുനേരം അവളെ നോക്കിയിരുന്നിട്ടും അവള് തലയുയർത്തി അവനെ നോക്കുന്നതേയില്ല. എത്ര നേരം അവനിങ്ങനെ ഇരിക്കാൻ പറ്റും? അടുത്ത നിമിഷം അഗ്നി അവളെ ചുറ്റിയെടുത്ത് അവന്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു. ജ്വാല അവനെ മിഴിച്ചൊന്ന് നോക്കി. പക്ഷെ അതേസമയം അവളെ ഞെട്ടിച്ചുകൊണ്ട് അഗ്നിയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തിരുന്നു. ജ്വാല ഒരു പിടച്ചിലോട് അവനോട് ചേർന്നിരുന്നു. അവൻ അവളുടെ ചുണ്ടുകളെ പതിയെ കടിച്ചെടുത്തതും ഒന്ന് ഏങ്ങിക്കൊണ്ട് അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി. അഗ്നി നൽകുന്ന ആ ചുംബനത്തിൽ പരിഭവമുണ്ടായിരുന്നു. അവളുടെ ഇത്രയും നേരത്തെ മൗനം അവന് നൽകിയ വേദനയുണ്ടായിരുന്നു. സാധാരണ അവനിൽ കാണുന്ന ശാന്തത ഇന്നില്ല. അത്രയും വേഗത്തിൽ അവൻ അവളെ ശ്വാസം മുട്ടിക്കുമ്പോൾ ചുംബിച്ചു. ഉം. ജ്വാല കുതറിക്കൊണ്ട് അവന്റെ തോളിലടിച്ചു. അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല. അഗ്നി പതിയെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ജ്വാല അവനെ നോക്കി കിതച്ചുപോയി. അവന്റെ നോട്ടവും അവളിൽ തന്നെ ആയിരുന്നു. ഇങ്ങനെ ഉമ്മ വെക്കല്ലേ, നിക്ക് ശ്വാസം കിട്ടണില്ല. നെഞ്ച് തടവിക്കൊണ്ട് അവൾ കിതച്ചു പറഞ്ഞു. അഗ്നി ഒരു ചിരിയോടെ അവളെ നോക്കി. അവന്റെ കൈ അവളുടെ മാറിടത്തിലേക്ക് കൊണ്ടുപോയി. ജ്വാല അവനെ കണ്ണുമിഴിച്ചു നോക്കി. ഞാൻ തടവിത്തരാ. അവൻ കണ്ണിറുക്കി ചിരിച്ചു. വേണ്ട. ജ്വാല പിടപ്പോടെ മുഖം വെട്ടിച്ചു. ആ കിതപ്പ് ഒന്ന് അടങ്ങുമ്പോൾ അവൾ അവനെ നോക്കിയതേയില്ല. അവൻ തടവാൻ വരുമോ എന്ന് പക്ഷേ ഇടങ്ങണ്ണാൽ നോക്കുന്നുണ്ട്. ഓക്കെ ആയോ? അവളുടെ ശ്വാസം സാധാരണ രീതിയിലായതും അവൻ ചോദിച്ചു. അവൾ മൂളി. എന്നാ ഇനി പറ, എന്തു പറ്റി? എന്തെന്റെ കുഞ്ഞിന്റെ ഉള്ളിലെ സങ്കടം പറ. ദേവേട്ടനോട് മാത്രം പറയാൻ വേണ്ടി കാത്തിരുന്നതല്ലേ, ഇനി പറയേ. അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ജ്വാല അവനെ അത്ഭുതത്തോടെ നോക്കി. അതെങ്ങനെ മനസ്സിലായി? അവൾ കണ്ണുവിടർത്തി. അഗ്നി ഒന്ന് ചിരിച്ചു. എന്റെ കുഞ്ഞനെ എനിക്ക് അറിഞ്ഞൂടെ? മറ്റാരോടും പറയാതെ എന്നോട് മാത്രം പറയാനുള്ള എന്തോ കാര്യമാണതെന്ന് എനിക്കറിയാം. അത് ഈ കുഞ്ഞു നെഞ്ചിലിങ്ങനെ വിങ്ങുന്ന എന്തോ കാര്യമാണെന്നും എനിക്ക് മനസ്സിലായി. പറയടാ, എന്താണെങ്കിലും പറയേ. അവൻ അവളുടെ തലയിൽ തഴുകി. അവൾ അവന്റെ ഷർട്ടിന്റെ കോളറ് പിടിച്ചു. അഗ്നി അവളെ സംശയത്തോടെ നോക്കി. അത് ഞാൻ പറഞ്ഞ ദേവേട്ടനോട് ദേഷ്യപ്പെടുവോ? അവൾ അല്പം പേടിയോടെ അവനോട് ചോദിച്ചു. ഒപ്പം അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ പിടിച്ച് തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ദേഷ്യം തോന്നുന്ന എന്തോ കാര്യമാണല്ലോ. അതിൽ പിടിച്ച് കളിക്കാതെ മുഖത്തേക്ക് നോക്കി കാര്യം പറയടി. അഗ്നി അവന്റെ ഷർട്ടിൽ നിന്നും അവളുടെ കൈ പിടിച്ചു മാറ്റി അവളെ കൂർപ്പിച്ചു നോക്കി. എന്നെ വഴക്കു പറയില്ല എന്ന് പറ, എന്നാ പറയാ. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അതൊന്നും പറയാൻ പറ്റില്ല, ആദ്യം കാര്യം കേൾക്കട്ടെ. അഗ്നിയുടെ സ്വരം ഗൗരവത്തിലായി. ദേവേട്ടാ. ജ്വാല ചിണുങ്ങി. അഗ്നി അവളുടെ കവിളിൽ ഒരു പിച്ചു കൊടുത്തു. പറയന്റെ പൂച്ചക്കുട്ടി, ഞാൻ വഴക്കൊന്നും പറയില്ല. അവൻ കുറുമ്പോടെ പറഞ്ഞു. വാക്ക് മാറ്റരുത്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞാ പിന്നെ ഞാൻ മിണ്ടൂല. അവൾ ചുണ്ടു കൂർപ്പിച്ചു. എടി എടി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ വഴക്ക് പറയാൻ പാകത്തിന് എന്തോ ഒപ്പിച്ചു വെച്ചിട്ട് അവൾ മിണ്ടൂല പോലും. പറയടി, എന്താ കാര്യം? അഗ്നി ആ കവിളിൽ ഒരു കുത്തു കൊടുത്തു. പറയന്റെ കുഞ്ഞാ, എന്താ കാര്യം? അത് ദേവേട്ട, എനിക്ക് ദേവേട്ടന് തന്ന വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അവളുടെ സ്വരം താഴ്ന്നു. അഗ്നിക്കൊന്നും മനസ്സിലായില്ല. അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്ത് വാക്ക്? അവൻ ചോദിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി, ആ കണ്ണുകളിലേക്ക്. അത് ദേവേട്ടനോട് പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ വിവാഹം കഴിഞ്ഞത് ആരോടും പറയരുത് എന്ന്? അവള് ചോദിച്ചു. ആ, അതിനിപ്പോ എന്താ? അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു. അത് ഞാനിന്ന് ദൃശ്യോടും തീത്തൂനോടും പറഞ്ഞു. അവൾ ഉമിനീർ വിഴുങ്ങി. എന്ത്? അഗ്നിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കല്യാണം കഴിഞ്ഞതാന്ന്. ദേവേട്ടൻ എന്റെ ഭർത്താവാണെന്ന് വിറയലോട് പറഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ ജ്വാല തല താഴ്ത്തി. അഗ്നി അവളെ മിഴിച്ചു നോക്കി. അവളുടെ ഭർത്താവെന്ന പറച്ചിൽ അവന് ഇഷ്ടമായെങ്കിലും പെണ്ണിന്റെ തെറ്റ് ചെയ്തതുപോലെയുള്ള ഇരുത്തം കണ്ടപ്പോൾ അവന് ചിരി വന്നുപോയി. ചുണ്ടിൽ വിരിഞ്ഞ ചിരി അവള് കാണും മുന്നേ മറച്ചു പിടിച്ചുകൊണ്ട് അവൻ ഗൗരവത്തോടെ അവളെ നോക്കി. ജ്വാല തല ചെറുതായൊന്നുയർത്തി അഗ്നിയെ നോക്കി. അവന്റെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ അവൾക്ക് ആകെ വല്ലായ്മ തോന്നി. അവൾ തല താഴ്ത്തി തന്നെ പിടിച്ചു. എന്തിന്? അഗ്നി ശബ്ദമുയർത്തി. ജ്വാല പിടച്ചിലോടെ അവനെ മുഖമുയർത്തി നോക്കി. അവൻ അവളെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട്. അത് കണ്ട് ജ്വാല ചുണ്ടു പിളർത്തി. കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ടപ്പോ അവന് പാവം തോന്നി. എന്തിനാ കണ്ണു നിറയ്ക്കുന്നേ? കരയണ്ട. അവൻ ശാസനയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു. അവൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. അഗ്നി വാത്സല്യത്തോടെ അവളുടെ തലമുടി തഴുകി. കരയണ്ടാട്ടോ, സാരില്ല. പക്ഷേ ഞാൻ പറഞ്ഞതല്ലേ ആരോടിതൊന്നും പറയാൻ നിൽക്കണ്ടാന്ന്. എന്നിട്ട് എന്താടി പൂച്ചക്കുട്ടി നീ അനുസരിക്കാതിരുന്നേ?
അവൻ ചോദിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പതിയെ അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറയുന്നത് അഗ്നി കണ്ടു. അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പറയ്, എന്തിനാ പറഞ്ഞേ? എന്റെ അല്ലേ, അതുകൊണ്ടാ. അവളുടെ സ്വരം പതിഞ്ഞുപോയി. അഗ്നി വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി. നിന്റെ ആണല്ലോ, അല്ലാന്നതിന് ആരാ പറഞ്ഞേ? അവൻ ചോദിച്ചു. ജ്വാലയുടെ ചുണ്ടിൽ പുഞ്ചിരി മിന്നി, കണ്ണുകളിൽ കുറുമ്പ്. പറയൂ പെണ്ണെ, ഇങ്ങനെ സസ്പെൻസ് ഇടാതെ. എന്തിനായിരുന്നു ധൃതി? അവൻ പതിയെ ചോദിച്ചു. അത് അവളുമാര് ദേവേട്ട സുന്ദരനാന്ന് പറഞ്ഞു. അവളുടെ മുഖം പെട്ടെന്ന് ദേഷ്യത്താൽ വിറച്ചു. അഗ്നി അമ്പരപ്പോടെ അവളെ നോക്കി. അടുത്ത നിമിഷം അവൻ പൊട്ടിച്ചിരിച്ചുപോയി. അത് കണ്ടപ്പോ ജ്വാലയുടെ മുഖം ഒന്നുകൂടി വീർത്തു. ഞാൻ സുന്ദരനാന്ന് പറഞ്ഞുന്നോ? അതിനെന്താടി? അതൊക്കെ ഒരു കോംപ്ലിമെന്റ് അല്ലേ, കുശുംബി? അഗ്നി ഒരുവിധം ചിരിയൊതുക്കി അവളോട് ചോദിച്ചു. അല്ല, എനിക്കിഷ്ടല്ല. വേറെ ആരും അങ്ങനെ പറയണ്ട. അവളുടെ മുഖം ദേഷ്യത്താൽ വിറച്ചു. അഗ്നി അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെതായ ഒന്നിനെ മറ്റൊരാൾ നല്ലത് പറഞ്ഞതുപോലും ഇഷ്ടപ്പെടാതെ മുഖം വീർപ്പിക്കുന്നവൾ. അത്രത്തോളം പ്രണയിക്കുന്നുണ്ടോ ഇവളെന്നെ? അഗ്നിയുടെ നെഞ്ചിടിപ്പുയർന്നു. അവൻ പതിയെ അവളുടെ കവിളിലൊന്ന് തലോടി. എന്താണ്ടായേ? പതിഞ്ഞിരുന്നു അവന്റെ സ്വരം. ജ്വാല പതിയെ അവന്റെ നെഞ്ചിലേക്ക് കവിളമർത്തിയിരുന്ന് അവനെ ചുറ്റിപ്പിടിച്ചു. അവന് ഒന്നുകൂടി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ജ്വാല പറയാൻ തുടങ്ങി. അത് ദേവേട്ടൻ സമയമുള്ളപ്പോഴൊക്കെ എന്നെ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ വരാറില്ലേ? അവൻ മൂളി. അപ്പോഴൊക്കെ അവര് എന്നോട് പറയാറുണ്ട്, നിന്റെ ഏട്ടന് നിന്നോട് എന്ത് സ്നേഹാന്ന്. ദേവേട്ടനോട് ഒന്നും ആരോടും പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും വെറുതെ പുഞ്ചിരിക്കും. അവള് പറഞ്ഞു വന്നത് ഒന്ന് നിർത്തി. എന്നിട്ട് അഗ്നി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അതിന്ന് അവളുമാര് പറയാ, കുറെ ദിവസമായി എന്നോടൊരു കാര്യം പറയണമെന്ന് കരുതണോന്ന്. ചോദിച്ചപ്പോ പറയാ, നിന്റെ ബ്രദർ അഗ്നിയേട്ടൻ സുന്ദരനാന്ന്. അവളുടെ മുഖം വീർത്തുപോയി. അഗ്നിക്ക് ചിരി വന്നു. എന്നിട്ട് അവൻ ചിരിയോടെ ചോദിച്ചു. എനിക്കിഷ്ടായില്ല. അവരെന്തിനാ ദേവേട്ടൻ സുന്ദരനാന്ന് പറയണേ? അവൾ ചുണ്ടു കൂർപ്പിച്ചു. അവർക്കിഷ്ടായിട്ട്. അഗ്നി അവളുടെ മുഖത്തെ ദേഷ്യം കാണാൻ വേണ്ടി കുറുമ്പോടെ പറഞ്ഞു. ജ്വാല പെട്ടെന്ന് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അഗ്നി അവളെ നോക്കി പുരികമുയർത്തി. വേണ്ട, അങ്ങനെ ഇപ്പൊ ആരും ഇഷ്ടപ്പെടണ്ട. പിന്നെ പറയാ കാണാൻ സുന്ദരനാന്ന്. എന്നോട് പറഞ്ഞാ എനിക്ക് ദേഷ്യമായാലോന്ന് കരുതിയിട്ടാ ഇതുവരെ പറയാതിരുന്നേന്ന്. കണ്ണ് ഭംഗിയുണ്ട്, മൂക്ക് ഭംഗിയുണ്ട്, ചുണ്ട് ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പറയുന്നതിനൊപ്പം ദേഷ്യം കൊണ്ട് അവളുടെ മുഖം വെലിഞ്ഞു മുറുകുന്നുണ്ട്. അഗ്നിക്ക് അവളോടുള്ള പ്രണയം കൂടി അവളെ വെരിഞ്ഞു മുറുക്കി ചുംബിക്കാൻ കൊതി തോന്നി. ആ മുഖത്തെ ദേഷ്യം, ചുവപ്പ് എല്ലാം തനിക്ക് വേണ്ടി. അവന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ അവസ്ഥ. ജ്വാല അവനെ തുറച്ചു നോക്കി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു ദേവേട്ടന്റെ വിവാഹം കഴിഞ്ഞതാന്ന്. അവള് പറഞ്ഞതും അഗ്നി ചിരിച്ചുപോയി. അപ്പോ അവരെന്താ പറഞ്ഞേ? അവർക്ക് തോന്നിയിരുന്നു എന്ന് പറഞ്ഞു. ജ്വാല ചുണ്ടുപിളർത്തി. അതെങ്ങനെ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അത് ദേവേട്ടന്റെ കയ്യിൽ മോതിരല്ലേ, അത് മുന്നേ കണ്ടിട്ടുണ്ടെന്ന്. അതിലുള്ള പേര് മാത്രം കണ്ടില്ല പോലും. അപ്പോ എന്റെ കയ്യിലുമില്ലേ മോതിരം? അതെന്താ അവര് ചോദിക്കാത്തെ? അവള് പല്ല് കടിച്ചു. ആ അതെ, അവരെന്താ അത് ചോദിക്കാത്തെ? അഗ്നിയും അവള് ചോദിച്ചതുപോലെ ചോദിച്ചു. അത് ദേവേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം എനിക്ക് ഇഷ്ടായപ്പോ ഞാൻ വാങ്ങിയിട്ടതാന്ന് ഞാനൊരു ദിവസം അവരോട് പറഞ്ഞിരുന്നു, അതുകൊണ്ടാ. അവള് വിഷമത്തോടെ പറഞ്ഞു. അഗ്നി വെറുതെ ചിരിച്ചതേയുള്ളൂ. കാരണം ആ കാര്യം അവള് മുന്നേ അവനോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ അത് പോട്ടെ കുഞ്ഞാ, നീ ബാക്കി പറ. അഗ്നി ആകാംക്ഷയോടെ ചോദിച്ചു. എന്നിട്ടെന്താ? അപ്പോ ഞാൻ ചോദിച്ചു, വിവാഹം കഴിഞ്ഞ ആളാന്നറിഞ്ഞിട്ടും ഇങ്ങനെ നോക്കണത് തെറ്റല്ലേന്ന്. അപ്പൊ പറയാ, ഭംഗിയുള്ളവരെ കണ്ട ആരായാലും നോക്കില്ലേന്ന്. അവളുടെ മുഖത്ത് ദേഷ്യമാണ്. എന്നിട്ട് എന്റെ കുറുമ്പി എന്തു പറഞ്ഞു? അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. അങ്ങനെ ഇപ്പൊ നോക്കണ്ടാന്ന് പറഞ്ഞു. അവള് വലിയ കാര്യം പോലെ പറഞ്ഞതും അഗ്നി ഇത്തവണ ശരിക്കും ചിരിച്ചു പോയിരുന്നു. അത് കണ്ട് ജ്വാല അവന്റെ താടിയിൽ പിടിച്ച് അമർത്തി വലിച്ചു. ആ അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. ഇതിനാ ചിരിക്കണേ? അവളുടെ മുഖത്ത് ദേഷ്യമാണ്. അവൻ അവളെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് തലതാഴ്ത്തി പിന്നെയും ചിരിച്ചു. അഗ്നി! ജ്വാലയ്ക്കൊടുക്കം നല്ല ദേഷ്യം വന്നു. അഗ്നി അവളെ മുഖമുയർത്തി നോക്കി. എന്താടി വിളിച്ചേ? അവൻ കണ്ണുരുട്ടി. അഗ്നിന്ന്, അഗ്നിദേവ്. അവൾ ചുണ്ടുകൊട്ടി. ഇനി വിളിക്കൊടി കുറുമ്പി അങ്ങനെ? അവൻ ചോദിച്ചു. അല്ല പിന്നെ, എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ ചിരിച്ചാ പിന്നെ ഞാൻ എന്ത് വേണം? അവൾ ചുണ്ടുകൊട്ടി. അഗ്നി അത് ശരിയാണെന്ന പോലെ തലകുലുക്കി കൊടുത്തു. ശരി ശരി, ഇനി ചിരിക്കില്ല. എന്നിട്ട് ബാക്കി പറ. പറയില്ല. അവൾ അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പോവാൻ ശ്രമിച്ചു. അഗ്നി അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി. ആ പെണങ്ങൽ എന്റെ പൊന്നെ, ബാക്കി കൂടി പറയടോ. ഇനി ഞാൻ ചിരിക്കില്ല. അവൻ പറഞ്ഞു. അത് അത് ദേവേട്ട അങ്ങനെ നോക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവര് ചോദിച്ചു അതിനിപ്പോ എന്താന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടല്ല, എന്റെ ഭർത്താവാ ദേവേട്ടെന്ന്. അവളുടെ മുഖത്ത് പെട്ടെന്ന് നാണം നിറഞ്ഞു. അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി.
അവരെന്ത് പറഞ്ഞു? ആകെ അന്തം വിട്ടെന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അവരെ പറ്റിക്കാന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു ട്ടോ. അപ്പോ അപ്പൊ ഞാൻ അവൾ അവനെ പതർച്ചയോടെ നോക്കി. നീ പറയടാ, ബാക്കി പറ. ആർദ്രമായിരുന്നു അവന്റെ സ്വരം. ഞാൻ എൻ്റെ താലിയെടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു. ഇനി എൻ്റെ ഭർത്താവിനാരും പുകഴ്ത്തണ്ടെന്ന് പറഞ്ഞു. അവള് തല താഴ്ത്തി. അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ മുഖം ചുവന്നിരുന്നു. ഒപ്പം അവൻ ദേഷ്യപ്പെടുമോ എന്ന ഭയമുണ്ട്. എന്തിനാ അങ്ങനെ പറഞ്ഞേ? നിന്റെ ഫ്രണ്ട്സ് അല്ലേ, എന്നെപ്പറ്റി കുറ്റമൊന്നുമല്ലല്ലോ പറഞ്ഞേ. അപ്പോ പോട്ടേന്ന് കരുതിക്കൂടെ? അവൻ ചോദിച്ചു. പറ്റൂല. എൻ്റെ അല്ലേ, എനിക്കിഷ്ടല്ല വേറെ ആരും ദേവേട്ടന് ഇഷ്ടപ്പെടുന്നത്. അവളുടെ സ്വരത്തിൽ പ്രണയമാണ്. അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി. അതെന്താ കുഞ്ഞാ? അവന്റെ തൊണ്ട വരണ്ടുപോയി. അറിയില്ല, എനിക്കിഷ്ടല്ല. എൻ്റെ ദേവേട്ടൻ, എൻ്റെ മാത്രം. ആർദ്രമായി പറഞ്ഞു ജ്വാല. അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവളുടെ ഉള്ളിലെ പ്രണയം അവൾ അറിയാതെ തന്നെ പുറത്തേക്ക് വരികയാണ്. ഇരു മനസ്സും ഒരുമിച്ചൊരു യാത്ര. അതെന്തിനാ കുഞ്ഞാ അവരങ്ങനെ പറയുന്നതിന് നിനക്ക് ഇത്ര ദേഷ്യം വരുന്നേ? അഗ്നി ജ്വാലയുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അവളോട് ചോദിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് കൂർപ്പിച്ചു നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ട് അവന് ചിരി വന്നു. അതല്ല ഞാൻ പറഞ്ഞേ, ദേവേട്ടന്റെ ഭർത്താവാന്ന്. എനിക്കിഷ്ടല്ല വേറെ ആരും ദേവേട്ടൻ എങ്ങനെ പറയണത്. അവൾ മുഖം വീർപ്പിച്ചു. അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി. അതെന്താ എന്റെ കുഞ്ഞിന് എന്നോട് പ്രണയാണോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അല്ലല്ലോ. അവളിലും അതേ കുറുമ്പ്. അഗ്നിയുടെ കണ്ണു കൂർത്തു. പിന്നെ എന്താണാവോ എന്നോട്? അവൻ പുരികമുയർത്തി. ഒന്നുമില്ല. അവള് ചിരിയോടെ പറഞ്ഞു. അഗ്നിയും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അതേ കുഞ്ഞാ, അമ്മ പറഞ്ഞു നീ ഇടയ്ക്ക് കണ്ണു നിറച്ചൂന്ന്. അതെന്തിനാടാ? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അത് ദേവേട്ടനോട് പറഞ്ഞതല്ലേ, ആരോടും നമ്മുടെ വിവാഹം കഴിഞ്ഞത് പറയരുതെന്ന്. ഞാനത് അനുസരിച്ചില്ലല്ലോ, ആ സങ്കടം കൊണ്ടാ. അവളുടെ സ്വരം താഴ്ന്നു. അഗ്നി അവളുടെ മുഖത്തേക്ക് നോക്കി. നീയിപ്പോ പഠിക്കല്ലേ കുഞ്ഞാ, അപ്പോ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞാ പിള്ളേര് വല്ലതൊക്കെ ചോദിക്കും. അതുകൊണ്ടാ ദേവേട്ടൻ ആരോടും പറയണ്ടെന്ന് പറഞ്ഞേ. സാരില്ല, അത് പോട്ടെ. പിന്നെ നിന്റേതായ ഒന്നിന് ആരും നല്ലത് പറയണ്ട. എനിക്കും അതിഷ്ടല്ല. അഗ്നി അവളെ സപ്പോർട്ട് ചെയ്തു. ജ്വാല അവനെ കണ്ണുവിടർത്തി നോക്കി. എന്താടാ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. അപ്പൊ ദേവേട്ടന് എന്നോട് ഒരു ദേഷ്യവും ഇല്ലേ? ഇല്ലാട്ടോ. അവൻ അവളുടെ കവിളിത്തലോടി. ജ്വാല അവനെ നോക്കി സന്തോഷത്തോടെ തലയാട്ടി. ദേവേട്ടന്റെ വഴക്കു പറയുന്നോർത്ത് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതുകൊണ്ട് ആരോടും മിണ്ടാനും കൂടി പറ്റിയില്ല. അവൾ വിഷമത്തോടെ പറഞ്ഞു. നീ അങ്ങനെ മിണ്ടാതിരിക്കരുത് കുഞ്ഞാ. എപ്പോഴും ഈ വീട്ടില് നിന്റെ ശബ്ദം കേട്ടിട്ട് പെട്ടെന്നൊരു ദിവസം അതില്ലാതായപ്പോ ആകെ ഒരു ശൂന്യത. എല്ലാവർക്കും ഒരുപാട് വിഷമായിട്ടുണ്ട്. അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. സോറി ദേവേട്ടാ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അവളുടെ മുഖം മങ്ങി. അഗ്നി പെട്ടെന്ന് അവളുടെ കവിളിൽ ചുണ്ടമർത്തി. സാരില്ല കേട്ടോ, അത് പോട്ടെ. അവൾ മൂളി. അല്ല, എന്നിട്ട് എല്ലാം അറിഞ്ഞപ്പോ തീത്തോ ഋഷി എന്തു പറഞ്ഞു? അഗ്നി സംശയത്തോടെ ചോദിച്ചു. ജ്വാല അവനെ നോക്കി പുഞ്ചിരിച്ചു. അത് ആദ്യനോട് പിണങ്ങി. ഞാനിതുവരെ അവരോട് പറയാത്തോണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ദേവേട്ടൻ പറയണ്ടാന്ന് പറഞ്ഞിട്ടാന്ന്. അപ്പ എന്നോട് മിണ്ടി. പിന്നെ പറഞ്ഞു. അത് പിന്നെ അവള് പറഞ്ഞു വന്നത് നിർത്തിക്കൊണ്ട് അവനെ നോക്കി. അത് പിന്നെ പറയൂ പെണ്ണെ. അഗ്നി നെറ്റിച്ചുളിച്ചു. അത് പിന്നെ അവര് പറയാ ദേവേട്ടാ, ഞാനും ദേവേട്ടനും തമ്മില് നല്ല ചേർച്ചയാത്രേ. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നാണമായിരുന്നു. അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു പോയി. ആ ഭാവങ്ങൾ കണ്ണിൽ ഒപ്പിയെടുത്തുകൊണ്ട്. ആ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. പെട്ടെന്ന് ഓർത്തതുപോലെ അവള് പറഞ്ഞു. അഗ്നി എന്തായെന്ന പോലെ കണ്ണുകൊണ്ട് ചോദിച്ചു. അതില്ലേ, അവര് ചോദിക്കാനോട് ദേവേട്ടന് എത്ര വയസ്സുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 33 അപ്പൊ ചോദിച്ചു ഇത്രയും പ്രായമുള്ള ആളെയാണോ വിവാഹം കഴിച്ചതെന്ന്. ലവ് മാരേജ് ആണോ എന്നൊക്കെ ചോദിച്ചു. അവള് ചിരിയോടെയാണ് അത് പറഞ്ഞത്. അപ്പോ കുഞ്ഞൻ എന്തു പറഞ്ഞു? അവനിൽ ആകാംക്ഷ. ദേവേട്ടൻ എന്നോട് ലവ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ദേവേട്ടൻ എന്നെ കല്യാണം കഴിച്ചേ? അവള് ചോദിച്ചതും അവൻ ചിരിയോടെ അതേയെന്ന് തലയാട്ടി. ജ്വാല അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. തുടരും.